ഒരാളോട് എന്ത് പറഞ്ഞാലാണ് അവർ വിശ്വസിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പറയപ്പെട്ട ആളുകൾ ഈ ചെയ്ത ആളും അവരാരും മന്ത്രവാദികളോ പൂജാരിമാരോ ഈ ജ്യോത്സ്യന്മാരോ ഒന്നും അല്ല. അയാളൊരു ക്രിമിനലാണ്. അത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലെ അറിവില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയ ഒരു അന്നത്തെ ശാസ്ത്രീയത അതായിരുന്നു. പ്രശ്നങ്ങളുള്ളവർ മാത്രമേ വരികയുള്ളൂ. നമുക്ക് അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ, ഒരു ആസ്ട്രോളജർക്ക് വേണമെങ്കിൽ അവരോട് പറയാം, നിങ്ങളിപ്പോ ഈ പോയിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ, നിങ്ങൾ സമാധാനപ്പെടൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും, നിങ്ങൾ കുറച്ചുകൂടി പരിശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇതാണ് ഇങ്ങനത്തെ ഒരു പീരീഡിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. നിങ്ങൾ മനസ്സുകൊണ്ട് പതറണ്ട, നിങ്ങൾ ഇതിനെ മനസ്സുകൊണ്ട് പതറി നിങ്ങൾ മറ്റ് ചിന്തകളിലേക്ക് പോകേണ്ട, ആത്മഹത്യയിലേക്കും മറ്റു പോകേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും എന്നൊരാൾ പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് സാധിക്കും. അതായത് മറ്റൊരു വശം കൂടെ ഉണ്ട്. അയ്യോ, നിങ്ങളിത് ഇങ്ങനൊന്നും അല്ല, ഇനി വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ മകള് അല്ലെങ്കിൽ മകൻ മരണപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു സമയത്തിലേക്കാണ് വരുന്നത്. ഒരു 30,000 രൂപയുടെ 50,000 രൂപയുടെ ഒരു പൂജ നടത്തിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞാലും ഈ വിശ്വാസമാണ്. അല്ല, അവിടെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഹരി പറയുന്നത് മനസ്സിലാവുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വേര് അവിടെ തന്നെ കിടക്കും. ആരാണ് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് അത് വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ചൂഷണങ്ങളൊക്കെ നടക്കുന്നത്. അവിടെയാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ച വേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ നടന്ന കാര്യത്തിൽ ഇപ്പൊ ചോദിച്ചറിയൽ എന്ന് പറയുന്ന ആ ജോലിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ചോദിച്ചറിയൽ എന്ന് പറയുന്ന സാധനത്തിനകത്താണ് ചൂഷണം നടന്നേക്കുന്നത്. അവിടെയാണ് മറ്റൊരാൾ വിശ്വസിപ്പിക്കുന്നു, നിങ്ങൾക്ക് സമ്പത്ത് കിട്ടാൻ ഇങ്ങനെ സെക്സ് ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ ബ്രൂട്ടലായിട്ട് ബിഹേവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ പറയാൻ തരത്തിൽ മണ്ടന്മാരാണോ വിശ്വാസികൾ എന്നും കൂടെയാണ് എന്റെ ചോദ്യം. ഈ വിശ്വാസികളെ നമ്മൾ ഒരാളോട് എന്ത് പറഞ്ഞാലാണ് അവർ വിശ്വസിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഈ പറയപ്പെട്ട ആളുകൾ, ഈ ചെയ്ത ആളും അവരാരും മന്ത്രവാദികളോ പൂജാരിമാരോ ഈ ജ്യോത്സ്യന്മാരോ ഒന്നും അല്ല. പക്ഷെ അവർ തെരഞ്ഞെടുത്ത വഴി ഇതാണെന്നേ ഉള്ളൂ. കാരണം അയാളൊരു ക്രിമിനലാണ്. അല്ല, അങ്ങനെ ഒരു ബേസ് ഇവിടെ അത് ഞാൻ സ്വയം വിമർശനത്തോടു കൂടി എടുക്കുകയാണ്. അയാളൊരു ക്രിമിനലാണ്. 70 വയസ്സുള്ള ഒരു പ്രായമുള്ള അമ്മയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഈ ഹരി ഉൾപ്പെടെയുള്ള ഒരു പറയുന്ന കഥകളുണ്ട്. അത് ചിലത് സാരാംശം നല്ലതായിരിക്കാം, പക്ഷെ ഈ കഥകളിൽ വിശ്വസിക്കുന്നവരാണ് ഇത് ചെയ്തേക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നവഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി, രാഹു കേതു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുണ്ടാക്കി. അത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലെ അറിവില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയ ഒരു അന്നത്തെ ശാസ്ത്രീയത അതായിരുന്നു. അത് പിന്നീട് ശാസ്ത്രീയമല്ല. അതാണ് ശാസ്ത്രം പുരോഗമിക്കും തോറും ഇന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ മാറി വരും. ഈ കഥ ഇതിനകത്ത് ഈ പറയുന്ന ചോദിച്ചറിയലിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കഥ പഠിച്ചതുകൊണ്ടാണ് നിങ്ങളെടുത്ത ആൾക്കാർ ചോദിച്ചറിയാൻ വരുന്നത്. ഇതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇതില് എന്താണ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്നുള്ളത് വെച്ചിട്ടല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അല്ലല്ല, ഇപ്പോ ഒരു ഡോക്ടറാണ് ചെയ്യുന്നതെന്ന് കരുതുക.